നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ട ഗുരു പൂർണിമയാണ്. ഇന്നേ ദിവസം ചെയ്യേണ്ട വിശേഷപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ആ കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യുന്നവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉയർച്ചയുമാണ് വന്നു ചേരുക. എന്നാൽ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഗുരുപൂർണിമയുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളും മുൻകൂട്ടി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. ഇവിടെ തന്നിരിക്കുന്നത് 2 ചിത്രങ്ങളാകുന്നു. ആദ്യത്തെ ചിത്രം സാക്ഷാൽ പരമശിവന്റെ ചിത്രമാകുന്നു. രണ്ടാമത്തെ ചിത്രം അർജുനന് ഗീത ഉപദേശിക്കുന്ന ഭഗവാന്റെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ വിശേഷപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂർണിമ പൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. പരമശിവന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. വിചാരിക്കുന്നതായ ചില കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. ആ വിജയങ്ങൾ നിങ്ങൾക്ക് അനിവാര്യമോ അല്ലെങ്കിൽ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാകാം. അല്ലെങ്കിൽ വിജയം നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ, അനുകൂലമായ ഘടകങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ധനപരമായ ലാഭം, ധനപരമായ ചില നേട്ടങ്ങൾ, പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ചില സഹായങ്ങൾ, ധനവുമായി ബന്ധപ്പെട്ട ചില സഹായങ്ങൾ ലഭിച്ചു എന്ന് വരാം. അതല്ല എങ്കിൽ ധനപരമായ ചില നേട്ടങ്ങൾ സംഭവിച്ചു എന്ന് വരാം. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മനോബലം അല്പം വർദ്ധിക്കുന്നതായി അനുഭവപ്പെടുന്നതാകുന്നു. ചുറ്റുപാടുമുള്ള വ്യക്തികളിൽ വളരെയധികം വ്യത്യസ്തമായ വ്യക്തികളായി നിങ്ങൾ മാറും. അവരിൽ നിന്നും വ്യത്യസ്തരായി തീരും. കാരണം അല്പം വ്യത്യാസങ്ങൾ പല കാര്യങ്ങളിലും പ്രകടമാകും. അത് മനോബലത്തിലാണ് എങ്കിലും, ചെയ്യുന്ന പ്രവൃത്തികളിലാണ് എങ്കിലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റങ്ങൾ, അത് അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരാം. പലവിധ തടസ്സങ്ങൾ ജീവിതത്തിൽ ഉള്ളവരാണ് നിങ്ങൾ. അതിൽ നിന്നും രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് ചില അദൃശ്യ ശക്തികൾ നിങ്ങളെ കരകയറ്റുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. അതല്ല നിങ്ങൾക്ക് അതിനുള്ള വഴികൾ തെളിഞ്ഞു എന്നും വരാം. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വന്ന് ചേരുകയോ ചെയ്യാവുന്നതുമാണ്. ചില പ്രധാനപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേർന്നു എന്ന് വരാം. അതേപോലെ തന്നെ ചില പ്രധാനപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില അസ്വാരസ്യങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായിരുന്നതായ ചില വിഷമങ്ങൾ പരിഹരിച്ച് വീണ്ടും മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും വിശ്വാസം നഷ്ടപ്പെട്ടു പോയ അവസ്ഥ നിങ്ങൾക്കുണ്ട്. എന്നാൽ ആ വിശ്വാസം തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. വിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല ഫലങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കൂ. ശരിയായ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് അനിവാര്യം തന്നെയാണ്. എന്നാൽ ശരിയായ സമയത്ത് ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നില്ല എന്നത് വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ ചില മാർഗനിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ചില കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. അത് പല വ്യക്തികളുടെയും യഥാർത്ഥ മുഖമാകാം. അല്ലെങ്കിൽ ഉയർച്ച എപ്രകാരം നേടണം, ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും എപ്രകാരം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും, ഇത്തരത്തിലുള്ള കാര്യങ്ങളാകാം. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ അനുകൂലമാക്കുവാനുള്ള കാര്യങ്ങളുമാകാം. പഴയ കാര്യങ്ങൾ അഥവാ ദോഷകരമായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോഴും കടന്നു വരുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്.
അത്തരം ചിന്തകളെ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഇന്നേ ദിവസം ചില പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. ചില വ്യക്തികളെ പരിചയപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങാം. പുതിയ വ്യക്തികളായി മാറുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. കഷ്ടതകൾ ജീവിതത്തിൽ വളരെ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ അത്തരം ചില ചിന്തകൾ ഒഴിവാക്കുകയോ അത് ഒഴിവാക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ, ചില കഷ്ടതകൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. നിങ്ങളെ താഴ്ത്തി കെട്ടിയ ആളുകൾക്ക് മുൻപിൽ വലിയ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്. അല്പസമയം നിങ്ങൾക്കായി വിനിയോഗിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ശുഭവാർത്തകൾ കേൾക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഇന്നേ ദിവസം ഈശ്വരാനുഗ്രഹം അല്പം വർദ്ധിച്ചിരിക്കുന്ന ദിവസമാണ് നിങ്ങൾക്ക് എന്ന കാര്യവും ഓർക്കുക. അത് നിലനിർത്തി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അനിവാര്യവുമാണ്. അടുത്തുള്ളവർ ചൂഷണം ചെയ്യുവാൻ ശ്രമിക്കുന്നു എന്ന കാര്യവും, അത് ചില വ്യക്തികൾ ഇപ്രകാരം ശ്രമിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഇന്നേ ദിവസം നിങ്ങൾക്ക് ശുഭകരം തന്നെയാണ്. അർജുനന് ഗീത ഉപദേശിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. വിചാരിച്ചതായ ചില കാര്യങ്ങൾ നടന്ന് കിട്ടുവാനുള്ള സാഹചര്യങ്ങൾ വന്ന് ചേർന്നു എന്ന് വരാം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സമയം ആഗതമാകാം. സമൃദ്ധി ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നതായ ചില സാഹചര്യങ്ങൾ വന്ന് ഭവിച്ചു എന്ന് വരാം. ലാഭം നേടുവാൻ സാധിക്കുന്നതായ ചില സാഹചര്യങ്ങൾ ഉരുത്തിരിയും. ലാഭം പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ, തർക്കങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കുടുംബവുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ധൈര്യം അല്പം ഉയരുന്നതായ സമയമാണ്. ധൈര്യത്തോടെ പല കാര്യങ്ങൾ സംസാരിക്കുവാനും പല കാര്യങ്ങൾ ചെയ്യുവാനും മുന്നോട്ട് പോകുവാനും സാധിക്കുന്നതായ അവസരങ്ങൾ തന്നെയാണ് വന്നു ചേരുക. എന്നാൽ നിങ്ങൾ പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമാക്കി മാറ്റുന്ന ഒരു കാര്യം ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അമിതമായ വാശി, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ വാശി മാറ്റിവെച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അതിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും എന്ന കാര്യവും ഓർക്കുക. എന്നാൽ ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പ്രതികൂലമായി ഭവിച്ചു എന്ന് വരാം. അതിൽ പ്രധാനപ്പെട്ടത് പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാകാം. അതിനുള്ള സാഹചര്യങ്ങൾ ഇന്നേ ദിവസം ഉരുത്തിരിയാം. അത്തരം അവസ്ഥകൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക. തീർച്ചയായും അത്തരം അവസ്ഥയിൽ നിന്നും പുറത്തു കടക്കുവാൻ സാധിച്ചില്ല എങ്കിൽ അത് ദോഷകരമായി ഫലങ്ങൾ നൽകും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ സാധ്യതകൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. എന്നാൽ ചില കാര്യങ്ങളിൽ തോൽവി പിണയുവാനുള്ള സാഹചര്യമുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ, തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ അടുത്ത സുഹൃത്ത് അല്ലെങ്കിൽ സഹപ്രവർത്തകരിൽ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങൾക്ക് വിരോധിയാകുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരത്തിൽ വന്നു ചേരുന്ന ദോഷകരമായ അവസ്ഥകൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഉപയോഗിക്കുന്നതായ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഇന്നേ ദിവസം പ്രയോഗിക്കേണ്ടതാകുന്നു. കഷ്ടതകളിൽ ധൈര്യം വിടാതെ നിൽക്കുന്നവരാണ് നിങ്ങൾ. അതിനാൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ വളരെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ ദിവസം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. ഇന്നേ ദിവസം അജ്ഞാതമായ ഒരു ശക്തി നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. അത് ചില കാര്യങ്ങളിൽ പ്രകടമാകും, അല്ലെങ്കിൽ മുൻപ് അത്തരത്തിൽ പ്രകടമായിട്ടുണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നിങ്ങളെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തോൽപ്പിക്കുവാൻ ശ്രമിക്കുന്നു എങ്കിലും അത് പലർക്കും സാധിക്കാത്തതായ സാഹചര്യമാണ് ഉള്ളത്. അത്തരത്തിൽ ഇന്നേ ദിവസവും ചില ശ്രമങ്ങൾ ഉണ്ടാകും. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് അതിൽ നിന്നും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ചില നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക.
പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകാം. ഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. സമ്പൽ സമൃദ്ധി പ്രതീക്ഷിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും ഉണ്ടായിരുന്നതായ കഷ്ടതകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. പ്രതീക്ഷ കൈവിടാൻ പാടുള്ളതല്ല. പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്ന ചിന്ത എപ്പോഴും നിങ്ങൾക്ക് വേണ്ടതാകുന്നു. എന്നിരുന്നാൽ മാത്രമാണ് പല കാര്യങ്ങളെയും ശരിയായ രീതിയിൽ തരണം ചെയ്ത് അല്ലെങ്കിൽ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കൂ. മനസ്സിന്റെ നന്മ നിങ്ങളിൽ ആവോളമുണ്ട്. അതിനാൽ തന്നെ മനസ്സിന്റെ നന്മയാലും ഉയർച്ച, പല കാര്യങ്ങൾ അനുകൂലമാവുക, പോസിറ്റീവ് ഊർജം വർദ്ധിക്കുക, ഭാഗ്യം തങ്ങൾക്ക് അനുകൂലമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരാം. ഏതെങ്കിലും ഒരു വഴി തുറക്കപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിക്കും. ഇപ്പോഴത്തെ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലവിധ പ്രശ്നങ്ങൾ അത് ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കുവാൻ ഇന്നേ ദിവസമോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ സാധിച്ചു എന്ന് വരാം. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും.